ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. സർക്കാർ തരുന്ന പല രേഖകൾക്കും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ആ എക്സ്പയറി ഡേറ്റിനുള്ളിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയിരിക്കണം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ അശ്രദ്ധ മൂലം നമ്മൾ ഇത് അഥവാ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ മറന്നു പോയാൽ ഒരു വർഷം വരെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അഥവാ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ലൈസൻസ് പുതുക്കുന്നത് എങ്കിൽ നിങ്ങൾ പുതിയ ഒരു ലൈസൻസ് എടുക്കുന്നത് പോലെ വണ്ടി ഏതൊക്കെ വാഹനങ്ങളാണ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉള്ളത് എങ്കിൽ അതൊക്കെ റീടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും, അഥവാ റീടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പലവർക്കും അറിയില്ല. അപ്പോൾ അക്കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം. അതല്ല, നമ്മൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അഥവാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നുള്ളൂ എങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമില്ല. ഓൺലൈനിൽ നമുക്ക് സിമ്പിളായിട്ട് പുതുക്കാവുന്നതാണ്. ഡേറ്റ് എക്സ്പയറി ഡേറ്റിനുള്ളിൽ പുതുക്കുന്നത് പോലെ തന്നെ നമുക്ക് പുതുക്കാവുന്നതാണ്, വലിയൊരു പ്രശ്നം വരില്ല. അതേസമയം ഡേറ്റ് കഴിഞ്ഞാൽ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ വണ്ടി അതായത് റീടെസ്റ്റ് ചെയ്ത് നമ്മളെ വണ്ടി കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിൽ ഏതൊക്കെ വാഹനങ്ങളുണ്ട്, ഉദാഹരണം പറയുമ്പോൾ ഓട്ടോറിക്ഷ ഉള്ള ആളുകളാണെങ്കിൽ ഓട്ടോറിക്ഷ, ബൈക്ക്, 4 വീലർ, ഹെവി, അത് എന്തൊക്കെ ഉണ്ടോ, JCB ഉണ്ടെങ്കിൽ അതടക്കം നമ്മൾ എന്ത് ചെയ്യണം, റീടെസ്റ്റ് ചെയ്ത് പാസ്സായാൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി കിട്ടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട രേഖകൾ എന്താ നോക്കാം. ഒന്ന്, വേണ്ടത് ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണമെങ്കിൽ നമ്മുടെ പഴയ നിലവിലുള്ള ഒറിജിനൽ ലൈസൻസ് നമ്മളെ കയ്യിൽ വേണം. അതെന്തിനാ വെച്ചാൽ അത് ആ സൈറ്റിൽ നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് അഡ്രസ്സിലാണ് താമസിക്കുന്നത് അതിനൊരു അഡ്രസ് പ്രൂഫ്, അതായത് നമുക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു കോപ്പി ഫോട്ടോ വേണം. അതുപോലെ തന്നെ നമ്മളൊരു ഒപ്പ് വേണം. പിന്നെ മൊബൈൽ നമ്പർ, ഇതൊക്കെ വേണം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. OTP വരും. ഓക്കെ. പിന്നെ നമ്മളത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് 2 പ്രിൻ്റ് എടുക്കാനുണ്ട്. അതൊന്ന് നമ്മളെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. മറ്റേത് നമ്മുടെ കണ്ണിൻ്റെ ടെസ്റ്റ്, ഐ ടെസ്റ്റ് അഥവാ വിഷ്വൽ സ്റ്റാൻഡേർഡ് എന്ന് കാണിക്കും. ഇത് ആ പ്രിൻ്റിൽ വരിക നമ്മുടെ ഐ ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരു കണ്ണ് ഡോക്ടറെ അടുത്ത് പോയി ഈ 2 പേപ്പറും കൊണ്ട് പോയിട്ട് അതിൽ ഫോട്ടോ ഒട്ടിച്ച്, യഥാസ്ഥലത്ത് ഫോട്ടോ ഒട്ടിച്ച് ഡോക്ടറെ അടുത്ത് പോയി അവർ സൈൻ ചെയ്ത് തന്ന് തിരിച്ച് കൊണ്ടുവന്ന് ഈ 2 പേപ്പറും അഥവാ ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഐ ടെസ്റ്റിൻ്റെ പേപ്പറും നമ്മളതിൽ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മളതിൻ്റെ ഫീസ് അടക്കണം. ഫീസ് എന്ന് പറയുന്നതിൻ്റെ ഫീ അടക്കുന്നതും ശ്രദ്ധിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ എല്ലാവർക്കും ഒരേ ഫീ അല്ല. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമുക്ക് എന്തൊക്കെ വാഹനങ്ങളുണ്ട് അതിനാനുപാതികമായിട്ടാണ് ഫീ വരുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് നമ്മളെ പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ അഡ്രസ്സിലോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് പുതുക്കുന്ന സമയത്ത് അത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മോട് ചോദിക്കും അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സർവീസ് ആവശ്യമാണോ എന്നുള്ളത്. അപ്പോൾ അതും കൂടി നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സർവീസും കൂടി അതിൽ ആഡ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ആ സർവീസിനുള്ള ഫീ കൂടി അതിൽ ആഡായിട്ട് വരും. അതുകൂടി നമ്മൾ ഒന്നിച്ച് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഫുൾ അപ്ലോഡൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസേൺഡ് RTO ഓഫീസിൽ എത്തും. നമ്മൾ ഏത് RTO ഓഫീസിലേക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ആ RTO ഓഫീസിൽ എത്തും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മലപ്പുറം RTO ഓഫീസിൽ നിന്നെടുത്തൊരു ലൈസൻസ് ആണെന്ന് സങ്കല്പിക്കുക. ആണെങ്കിൽ ആ വ്യക്തി ഇപ്പം താമസം പെരിന്തൽമണ്ണ താലൂക്കിൻ്റെ അണ്ടറിലാണെങ്കിൽ നമ്മൾ പെരിന്തൽമണ്ണ RTO ഓഫീസിലേക്കാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ആ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കാരണം നമ്മൾ ആധാർ പ്രകാരം പെരിന്തൽമണ്ണ താലൂക്കിലാണ് നമ്മൾ അഡ്രസ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെരിന്തൽമണ്ണ താലൂക്കിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ അപേക്ഷയൊക്കെ സമർപ്പിച്ച് ഫീസ് അടച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അപ്രൂവ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഫോണിലേക്ക് മൊബൈലിലേക്ക്
മെസ്സേജ് വരും, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണെന്നുള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരിക്കലും ഡ്രൈവിംഗ് ലൈസൻസ് ബൈ പോസ്റ്റിൽ വരില്ല. RCയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് ആർടി ഓഫീസിൽ നിന്ന് ഒരിക്കലും അയക്കണില്ല. നമ്മൾ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് എടുത്ത് അത് കാർഡ് രൂപത്തിൽ PVC കാർഡ് രൂപത്തിലാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് PVC കാർഡായി അത് ഒറിജിനൽ ആ ലൈസൻസ് പോലെ ആക്കി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അതായത് OTP വന്ന മൊബൈൽ ഏതായിരുന്നു, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഏതായിരുന്നു, ആ മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ OTP വരും. അപ്പോൾ ആ OTP കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി, നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നൗ സലാം ടെക് വത്തൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.